family. അപ്പോൾ നമ്മുടെ ഇൻഫിനിറ്റോ സീരീസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ ലെൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലെൻസ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് എക്സാമിന് എപ്പോഴും ചോദിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ലെൻസ് ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് 1/f = 1/v - 1/u ആണ്. ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്, വി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്, ആൻഡ് യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഇനി നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്താണ്? മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് v/u ആണ് അല്ലേ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ സാധാരണയായിട്ട് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ് നമ്മൾ ചെയ്യുക. സോ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് v/u ആണ്. ഈ രണ്ട് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. കാരണം ഇവിടെ നിന്നും ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നും ഈ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നോക്കൂ. When an object is placed at a distance 15 cm from a convex lens, a real image is formed at a distance 30 cm. What is the focal length of the lens എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കോൺവെക്സ് ആണ് ലെൻസ് അല്ലേ. ആദ്യം നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലെൻസ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ കോൺവെക്സ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ. ഉത്തരം പോസിറ്റീവ് ആണ് കിട്ടേണ്ടത്. ഇനി ഇവിടെ ഒബ്ജക്റ്റ് ആണ് തന്നിട്ടുള്ള ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും മൈനസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ -15 cm മിസ് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് വിൽ ബി ഓൾവേസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ നോക്കുക, ഇമേജ് ഡിസ്റ്റൻസ് v ആണ്. ഇനി നിങ്ങൾക്ക് അറിയാം ഇതൊരു ലെൻസ് ആണ്. അപ്പം ലെൻസ് ആവുന്ന സമയത്ത് റിയൽ ഇമേജ് എന്ന് പറയുമ്പോൾ ഇപ്പുറത്താണ് കിട്ടുക അല്ലെ. ഇവിടെയാണ് റിയൽ ഇമേജ് ഉണ്ടാവുക. അപ്പം റിയൽ ഇമേജ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും എന്ത്? നമ്മളുടെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം v എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവ് ആയിരിക്കും വരിക. പോസിറ്റീവ് 30 cm ആണ്. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എഫ് ആണ്. സോ നമ്മളുടെ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. സോ നമുക്കറിയാം 1/f = 1/v - 1/u. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? 1/30 - 1/ എത്ര വരും? -15 എന്ന് വരും. റെഡി ആണോ? സോ ഈ മൈനസും കൂടെ മക്കളെ പ്ലസ് ആവും. സോ 1/30 + 1/15 എന്ന് വരും. ഇനി ഇതിനെ ഡിനോമിനേറ്റേഴ്സിന് ഈക്വൽ ചെയ്യാലോ. ഇപ്പം ഞാനിവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ മുകളിലും 2 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വന്നു? 1/30 + 2/30 എന്ന് വന്നു, അഥവാ 3/30. 3/30 എന്ന് വെച്ചാൽ എന്താ മക്കളെ? 1/10 ആണ് അല്ലേ. 3/30 എന്ന് പറയുമ്പോൾ 1/10 ആണ്. അതായത് 1/f ആണ് 1/10. അപ്പോൾ എത്രയാണ് എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ദാറ്റ് ഈസ് 10 cm എന്നാണ് വരിക. സോ 10 cm ആണ് ഈ ഒരു എന്താണ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്താണ് മക്കളെ? മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ v/u ആണ് അല്ലേ. അപ്പോൾ v എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രയാ? 30 cm ആണ്. സോ 30 cm ഡിവൈഡഡ് ബൈ u എന്ന് പറയുമ്പോൾ -15 ആണ്. സോ ഞാൻ -15 കൊടുക്കുന്നു. സോ കട്ട് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? ഇവിടെ 2 എന്നാണ് വരിക. -2 ആയിരിക്കും മാഗ്നിഫിക്കേഷൻ. സോ മാഗ്നിഫിക്കേഷനും അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത്തും കണ്ടുപിടിക്കാൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്താലോ? നോക്കാം. എ കോൺകേവ് ലെൻസ് ഹാസ് എ ഫോക്കൽ ലെങ്ത് 15 cm. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കോൺകേവ് ആണ് ലെൻസ്. അപ്പോൾ ആദ്യം തന്നെ എഴുതി വെക്കാൻ നമ്മൾ മറന്നു പോകാൻ പാടില്ല അല്ലേ. അപ്പോൾ കോൺകേവ് ലെൻസ് ആണ്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 15 ആണ്. ഇനി കോൺകേവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. -15 cm ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഷുഡ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ ലെൻസ് ബി പ്ലേസ്ഡ് സോ ദാറ്റ് ഇറ്റ് ഫോംസ് എൻ ഇമേജ് 10 cm ഫ്രം ദ ലെൻസ് അല്ലേ. 10 cm അപ്പുറത്ത് നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് എവിടെയാണ് വെക്കേണ്ടത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എത്രയാണ്? 10 cm ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് എപ്പോഴും വിർച്വൽ ഇമേജ് ആണ് ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ വിർച്വൽ ഇമേജ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ v എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും അല്ലേ. നമുക്കറിയാം കോൺകേവ്, ഇതാണ് കോൺകേവ് ലെൻസ്. അപ്പോൾ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് എന്താണ്? എപ്പോഴും നിങ്ങൾക്ക് അറിയാം ദാറ്റ് ഈസ് വിർച്വൽ ഇമേജ്. വിർച്വൽ ഇമേജ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ വിർച്വൽ ഇമേജ് എന്ന് പറയുമ്പോൾ ഇമേജ് ഇവിടെയാണ് ഉണ്ടാവുക. സോ ഇവിടെ ആവുമ്പോൾ നെഗറ്റീവ് ആണ് എടുക്കേണ്ടത്. സോ മൈനസ് എത്രയാണ്?
-10 സെൻറ്റിമീറ്റർ ആണ് ഇമേജ് ഡിസ്റ്റൻസ്. സോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ്. അപ്പോൾ നമുക്ക് 1/u ആണ് വേണ്ടത്. അപ്പോൾ ഇയാൾ ഇങ്ങോട്ടും ഇയാൾ അങ്ങോട്ടും കൊണ്ടാവും. അപ്പോൾ 1/u ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/f. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/v എത്രയാണ് മക്കളെ? -10 ആണ്. അപ്പോൾ -10 മൈനസ് എത്രയാ? 1/-15. അപ്പോൾ ഈ മൈനസും പോസിറ്റീവ് ആവും. സോ -1/10 പ്ലസ് 1/15. ഇതിനെ തിരിച്ചിടുമ്പോൾ 1/15 മൈനസ് 1/10 എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? 1/u ഈസ് ഈക്വൽ ടു 1/15 മൈനസ് 1/10. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ 30ലേക്ക് ഡിനോമിനേറ്ററിനെ 30ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 30ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെ 2 15s ആണ് 30. അപ്പോൾ ഇവിടെയും 2, ഇവിടെ ആണെങ്കിൽ 3, ഇവിടെയും 3. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 2/30 മൈനസ് 3/30. എത്രയാ? -1/30. അപ്പോൾ 1/u ആണ് -1/30. യു എത്രയാ? -30 സെൻറ്റിമീറ്റർ എന്നാണ് വരിക. എത്രയാണ് മക്കളെ? -30 സെൻറ്റിമീറ്റർ എന്നാണ് എന്ത് വരുന്നത്? നമ്മളുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ മിസ്സിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും എന്നാണ്. സോ നിങ്ങൾ കണ്ടുപിടിക്കുക. v/u ആണ് എന്താണ് മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ. സോ യുയും വിയും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് വേഗം തന്നെ കമൻറ്റ് ചെയ്യുക. മാക്സിമം മക്കളെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.